ഷെഫീഖ്, ഇപ്പോൾ ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം, അതായത് ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. അങ്ങനെ കണ്ടെത്തിയാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് രക്ഷാദൗത്യം ഇനി അങ്ങോട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്ദ്രബാൽ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കർണാടകയിലെത്തിയത്. കർണാടക സർക്കാരിൻ്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഈ തിരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. വിരമിച്ച മേജർ ഇന്ദ്രബാൽ അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ എത്തി. ഇന്ന് രാവിലെയാണ് അപകടം നടന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം അവിടെ പരിശോധിച്ചു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നവരുമായി ചർച്ച നടത്തി. വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തി. ഐബോർഡ് സംവിധാനത്തിന് ഉപയോഗിക്കേണ്ട ബാറ്ററി ഡൽഹിയിൽ നിന്നാണ് എത്തേണ്ടിയിരുന്നത്. അത് ആദ്യം വിമാനം വഴി എത്തിക്കാനായിരുന്നു ശ്രമം നടത്തിയത്. പക്ഷേ ഏവിയേഷൻ നിയമപ്രകാരം 650 ആംസ് ബാറ്ററിയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് കൊണ്ടുവരാനുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്. 100 ആംസ് ബാറ്ററി മാത്രമേ ഈ വിമാനങ്ങളിലൂടെ കൊണ്ടുവരാൻ കഴിയൂ, പരമാവധി 100 ആംസ്. പക്ഷേ നിയമപരമായ തടസ്സം കാരണം പിന്നീട് ട്രെയിൻ വഴിയാണ് ആ ബാറ്ററി ഇവിടെ എത്തിച്ചത്. ഇവിടെ 11 മണിയോടുകൂടി ഈ ബാറ്ററി ഇവിടെ അപകട സ്ഥലത്തേക്ക് എത്തിച്ചു. അതിനുശേഷം ഈ സംവിധാനം, ഐബോർഡ് സംവിധാനം ഘടിപ്പിക്കുന്ന അസംബിൾ ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിയത്. അതിൽ ബാറ്ററി ഉൾപ്പെടെ അസംബിൾ ചെയ്ത് അതിനെ പൂർണ്ണമായും ഘടിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ കുറച്ച് സമയം മുൻപാണ് അതിൻ്റെ ഡ്രോണിൻ്റെ നിരീക്ഷണം ആരംഭിച്ചത്. അതിൽ നിന്ന് നല്ല സൂചനകൾ, സിഗ്നലുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. പല സ്വഭാവത്തിലുള്ള സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. അത് കരഭാഗത്ത് ഒരുക്കിയ കൺട്രോൾ റൂമിൽ അതിൻ്റെ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ അതിൻ്റെ മുഴുവൻ സിഗ്നലുകളും പരിശോധിച്ച് ഏതൊക്കെ ഭാഗത്താണ് ഈ വാഹനം കിടക്കുന്നത്, ഏത് രൂപത്തിലാണ് അതിൻ്റെ ഘടന, എങ്ങോട്ടാണ് ആ വാഹനം മണ്ണിൽ എത്രത്തോളം താഴ്ചയിലാണുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ആ ഉപകരണത്തിൻ്റെ സിഗ്നലുകൾക്ക് സാധിക്കും. അത് ലഭിക്കുന്നതോടുകൂടി തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ എത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടാവും. മുങ്ങൽ വിദഗ്ധർ മുങ്ങി ആ വണ്ടിയുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അതിൽ ക്യാബിനിൽ ഈ അർജുനുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാവും. അർജുനുണ്ടെങ്കിൽ അർജുനെ എത്രയും പെട്ടെന്ന് കരയിലെത്തിക്കാനുള്ള നടപടിക്കായിരിക്കും ഏറ്റവും പ്രഥമമായ പരിഗണന. നാവികസേനയും കരസേനയും ഏറ്റവും പ്രഥമ പരിഗണന നൽകുക അതിനാവശ്യമായ എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് അർജുനെ കരയിലെത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. പക്ഷേ ഏറ്റവും പ്രധാനമായി തടസ്സമായി ഉള്ളത് ഈ അടിയൊഴുക്കാണ്. പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. കുത്തിയൊലിക്കുന്ന പുഴയാണ്, കലങ്ങി മറിഞ്ഞ പുഴയാണ്. അതിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർക്ക് താഴെ ഇറങ്ങി മുങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏത് പ്രതികൂല സാഹചര്യമുണ്ടായാലും മുങ്ങും, അതിൽ നിന്ന് വാഹനം വരെ എത്താനുള്ള സംവിധാനം കാണും എന്നാണ് നമുക്ക് നാവികസേനയിലെ അതിവിദഗ്ധരായ മുങ്ങൽ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തീവ്രശ്രമം 10ാം ദിനത്തിലാണ്. അർജുനെ കണ്ടെത്താൻ നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് എത്തിയിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേനാംഗങ്ങൾ സ്ഥലത്ത് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ലോറിയുടെ സ്ഥാനവും കിടപ്പും മനസ്സിലാക്കുന്നതിന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക. നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ള വിവരം കൂടി ഷെഫീഖ് നസുള്ള അങ്കോലയിൽ നിന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ലോറിയുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുകയാണ്.